ഇപ്പോൾ ഈ കപ്പലിൽ ഉള്ള ആൻ ടെസ എന്ന യുവതിയുടെ പിതാവ് ബിജു എബ്രഹാം ആണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഉള്ളത്. ശ്രീ ബിജു, താങ്കളുമായി ഈ മകൾ ഇപ്പോഴും ആശയവിനിമയം നടത്തുന്നുണ്ടോ? ഉണ്ട്. അവളെ എല്ലാ ദിവസവും തന്നെ വിളിക്കാറുണ്ട്. അവക്ക് മറ്റേ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാ പറഞ്ഞ്. പിന്നെ അവള് പറഞ്ഞത് ഒരു കാര്യം ഓർത്തും വിഷമിക്കണ്ട, അവർക്കൊരു ദോഷവും കപ്പലില്ല, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നു. ഈ കപ്പൽ അവരുടെ അധീനതയിൽ ഒന്നുള്ള ഒഴിച്ച് ബാക്കി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാ പറഞ്ഞു. ഈ കപ്പൽ സ്വാഭാവികമായും കപ്പലിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും, ഭക്ഷണവും വെള്ളവും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാകും, അത് ദിവസങ്ങളോളം ഉള്ള കരുതലും ഉണ്ടാകും. അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളും ഇല്ലല്ലോ അല്ലേ? ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഇത്ര ദിവസത്തിനകം ചില തീരത്ത് എത്തുകയും പിന്നീട് അവിടെ നിന്നൊക്കെയാണല്ലോ അടുത്ത ഭക്ഷണം ഒക്കെ ശേഖരിക്കുക. അതുകൊണ്ട് ഈ ഇങ്ങനെ തുടരേണ്ടി വരും എന്നൊരാശങ്കയുണ്ടോ? അല്ല, തുടരേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം മെയിൻ ഇഷ്യൂ എന്നാന്ന് വെച്ചാൽ ഇപ്പൊ അവിടുത്തെ കാലാവസ്ഥ ഫേവറബിൾ അല്ല. ഇപ്പൊ നമ്മളത് കണ്ടില്ലേ, ഇപ്പൊ ദുബായിലൊക്കെയാന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുന്നു, അങ്ങനത്തെ ഇഷ്യൂസ് അവിടെ ഉണ്ട്. അപ്പം ഈ വെതർ ശരിയായി വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു തീരുമാനമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഇറാൻ അധികൃതർ ഏതെങ്കിലും തരത്തിൽ ഈ കപ്പലിലെ ജീവനക്കാരുമായൊക്കെ ആശയവിനിമയം നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതായി മകൾ പറഞ്ഞോ? ഇല്ല, അതേപ്പറ്റി അറിവൊന്നുമില്ല. ഇന്ത്യൻ എംബസിയുടെ ഭാഗത്ത് നിന്ന് ഇവരെ ബന്ധപ്പെട്ടിരുന്നോ? അത്തരം പ്രതികരണങ്ങൾ ലഭിച്ചിരുന്നോ മകളുടെ ഭാഗത്ത് നിന്ന്? ഇല്ല, അതും ലഭിച്ചില്ല. അതായത് ഈ സംഘാംഗങ്ങളിൽ ആരുമായും എംബസി ബന്ധപ്പെട്ടതായി അറിവില്ല? ഇല്ല, അറിയില്ല. താങ്കളെ ഈ അധികൃതരിൽ ആരെങ്കിലും ഒക്കെ ബന്ധപ്പെട്ടോ? അല്ല, എനിക്ക് കമ്പനിയായിട്ട് ഫ്രീക്വന്റ് കോണ്ടാക്ട് ഉണ്ട്. അപ്പം കമ്പനി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറയാ, മറ്റ് പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും പ്രശ്നങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് നമുക്കും വ്യക്തമായിട്ടുള്ളത്. എങ്കിലും നമുക്ക് ഈ ഒരു ആശങ്ക തീർച്ചയായും താങ്കളുടെ ഉള്ളിലും ഒക്കെ ഉണ്ടാകും. ആ ആശങ്കയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ചോദിക്കുന്നത്. അതായത് ഇത്തരം വിഷയങ്ങളിൽ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന സംവിധാനവുമൊക്കെയാണ് ഇടപെടേണ്ടത് എന്നതറിയാമല്ലോ. അവരിൽ ആരെങ്കിലും താങ്കളും അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, കേന്ദ്ര സർക്കാരിൽ നിന്ന് ആരും അങ്ങനെ നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെ നമ്മുടെ സുരേഷ് ഗോപി ഇന്നലെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അല്ല, എത്രയും പെട്ടെന്നൊരു റിലീഫിന് വേണ്ടി കാര്യങ്ങൾ നീക്കുമ്പോക്ക് ഗവൺമെന്റ് ചെയ്യുമെന്നാണ്. മറ്റാരും ആ തരത്തിൽ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല? ഇല്ല, നമ്മുടെ CPM-ന്റെ വിപ്പ് ചീഫ് വിപ്പ് തോമസ് ഐസക് വീട്ടിൽ വന്നിരുന്നു. പിന്നെ എല്ലാ പാർട്ടിക്കാരും പഞ്ചായത്ത് തൊട്ട് എല്ലാവരും ഞങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് കടന്നു വരുന്നുണ്ട്. അപ്പൊ ഇവിടെ പാർട്ടി അല്ലല്ലോ ഇഷ്യൂ, ഒരു മാനുഷിക പരിഗണന വെച്ച് എല്ലാവരും ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ട്, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പൊ തോമസ് ഐസക് തിരക്കിനിടയിലും ഞങ്ങളെ കാണാൻ ഇവിടെ വന്നിരുന്നു. അവിടുത്തെ സ്ഥാനാർത്ഥി അല്ലേ? ആ, സ്ഥാനാർത്ഥി. പിന്നെ പറഞ്ഞോളൂ. അങ്ങനെ പിന്നെ MLA വന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു, അങ്ങനത്തെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ആര് വന്നാലും നമ്മളെ ആശ്വസിപ്പിക്കാൻ നോക്കിയാലും നമുക്കത് കേൾക്കുക എന്നല്ലാതെ നമ്മൾ ശരിക്കും ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ മോള് നമ്മുടെ കയ്യിൽ വരണം. അതെ, അതാണ് അതിന്റെ വാസ്തവം. അതെ. അപ്പൊ ഗവൺമെന്റ് ഒക്കെ അതിന് വേണ്ട നടപടികൾ എടുക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് ശ്രീ ബിജു എബ്രഹാം. സാധാരണ നിലയിൽ ഇത്തരം നമ്മുടെ രാജ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉള്ളതല്ല. ഇത് മറ്റ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്ക വിഷയമാണ്. അതിൽ അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. പക്ഷേ ഇവിടേക്ക് തിരികെ എത്താനും ആ കപ്പൽ മോചിപ്പിക്കാനും ഒക്കെയുള്ള സാങ്കേതികമായൊരു സമയം മാത്രമാണ് ഉള്ളത്. ആ സമയത്തെ ആത്മവിശ്വാസത്തോടെ അതിജീവിക്കുക എന്നത് മാത്രമാണ് ഇതിൽ പ്രധാനം. അതാണ് ഞാൻ മകളെക്കുറിച്ച് ചോദിച്ചത്. മകൾക്ക് മാനസികമായൊന്നും ബുദ്ധിമുട്ടൊന്നും നേരിടുന്നില്ലല്ലോ അല്ലേ? ഇല്ല, അവക്ക് ഒരു പ്രശ്നവുമില്ല. അവിടെ സന്തോഷകരമായ ഇടപെടൽ കാണുമ്പോൾ ഞങ്ങൾക്ക് പോലും അത്ഭുതം തോന്നുകയാണ്. അങ്ങനെ ഭീതിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനും അറ്റ്മോസ്ഫിയർ ഓൺ ബോർഡ് ഇല്ല എന്നാണ് അവൾ പറഞ്ഞത്. ഈ ഷിപ്പിന്റെ ഒരു പൊസിഷൻ ഇപ്പോൾ എവിടെയാണ്, ഏത് തീരത്താണ്, അങ്ങനെയൊക്കെ മകൾക്ക് അറിയാമോ?
അല്ല, അവള് പറഞ്ഞതനുസരിച്ച് ബന്ദർബാസ് എന്ന പോർട്ടിന്റെ അടുത്ത് ആങ്കറേജ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അവർക്ക് തീരത്തേക്ക് പ്രവേശനമൊന്നുമില്ല. ഈ കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കൊണ്ട് പോർട്ടിൽ അടുപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇതൊരു വലിയ ഷിപ്പ് ആയതുകൊണ്ട് ഇതിനടുക്കേണ്ട ജെട്ടിയിൽ വേറൊരു ഷിപ്പ് ഉണ്ടെന്നാണ് കേട്ടത്. അപ്പൊ അത് പോയി കഴിയുമ്പോഴും കാലാവസ്ഥ ഫേവറബിൾ ആകുമ്പോഴും ഈ കപ്പൽ കരയിൽ അടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി, ഈ അധികൃതർ സ്വാഭാവികമായും ഞാൻ ആവർത്തിക്കുന്നു, ഇതൊരു വലിയ വിഷയമാണ്. നമ്മുടെ 4 മലയാളികൾ എന്നതല്ല ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 17 ഇന്ത്യക്കാർ എന്നത് തന്നെയാണ് പ്രധാനം. അവരെ മുഴുവനായി മോചിപ്പിക്കുക എന്നതിനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. മാധ്യമങ്ങളിലൂടെ അടക്കം താങ്കളും അത് അറിയുന്നുണ്ടാകാം. പക്ഷേ എപ്പോഴും ഈ അത്തരത്തിലുള്ള അധികൃതർ താങ്കളുടെ കുടുംബത്തെയൊക്കെ ബന്ധപ്പെടാത്തതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ അതൊന്നും ചിന്തിക്കാറില്ല. പക്ഷേ അപ്പം നമ്മുടെ മനസ്സിൽ നമ്മുടെ മോളെന്ന് മാത്രമേ ഉള്ളൂ. അവൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. പിന്നെ ആരും അറിഞ്ഞുകൊണ്ട് അവൾക്ക് വേണ്ടി ദ്രോഹിക്കില്ലല്ലോ. എല്ലാവരും നല്ലത് തന്നെ ചെയ്യുന്നുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. റൈറ്റ്, വളരെ അധികം നന്ദി. എന്തായാലും താങ്കൾ ആത്മവിശ്വാസത്തോടെ ഇരിക്കുക. ഞങ്ങളുടെ പ്രതിനിധി ഇന്നലെ കേന്ദ്ര സഹമന്ത്രി കൂടിയാണല്ലോ ആറ്റിങ്ങലിലെ BJPയുടെ സ്ഥാനാർത്ഥി വി മുരളീധരൻ, അദ്ദേഹവുമായി നേരിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് എത്രയും പെട്ടെന്ന് മലയാളികളെ മോചിപ്പിക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം ഇന്ത്യക്കാരെ മുഴുവൻ മോചിപ്പിക്കുന്നതിനുള്ള നീക്കം ആണ് ഇപ്പോൾ നടക്കുന്നത് എന്നത് തന്നെയാണ്. അതുകൊണ്ട് മകൾ എത്രയും പെട്ടെന്ന് സുരക്ഷിതയായി തന്നെ തിരികെ എത്തും. ഈ ഒരു കാലഘട്ടത്തെ അല്ലെങ്കിൽ ഈ ഒരു സമയത്തെ അതിജീവിക്കുക എന്നത് മാത്രമാണ് ഏറ്റവും പ്രധാനം.